റോയ്ഷെ, വനിതാ ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് ശേഷം പ്രധാനമന്ത്രി രാജ്യത്തോട് നടത്തിയൊരു അഭിസംബോധനയുണ്ട്. രണ്ട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴായിരുന്നു ഈ ഒരു അഭിസംബോധന നടന്നത്. അത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കാണിച്ച് നിരവധി പരാതികൾ ലഭിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. എന്തെങ്കിലും നടപടി എടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. ഇന്ത്യയിലെ ഈ നമ്മൾ വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് നിഷ്പക്ഷതയുള്ള ജുഡീഷ്യറി പോലെ തന്നെ നിഷ്പക്ഷതയുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം നിഷ്പക്ഷമായ രീതിയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു എന്ന് മുൻകാലങ്ങളിലെയുള്ള ചരിത്രവും അതൊക്കെ തന്നെയാണ് നമ്മുടെ ജനാധിപത്യം നിലനിന്നതിൻ്റെ ഒരു കാരണവും അത് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ, തിരഞ്ഞെടുപ്പ് നിയമങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നടപ്പാക്കുന്നു എന്ന് ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു TN ശേഷൻ എന്ന് പറയുന്ന മുൻ IAS ഉദ്യോഗസ്ഥർ. അദ്ദേഹം ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അപ്പം ആ തിരഞ്ഞെടുപ്പ് നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും ഒക്കെ വളരെ കൃത്യമായി നടപ്പിലാക്കുകയും അത് ജനങ്ങൾക്കും സാധാരണക്കാർക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് ശേഷൻ്റെ കാലത്താണ് ഒരുപക്ഷെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇന്ത്യയിലെ പല രാഷ്ട്രീയക്കാരന്മാരെ ഒക്കെ തന്നെ വിറപ്പിക്കുകയും ഒക്കെ ചെയ്ത പാരമ്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരൊക്കെ തന്നെ ആ പാരമ്പര്യം തന്നെ നിലനിർത്തിക്കൊണ്ടു പോവുകയും ആ തരത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നിഷ്പക്ഷമായ രീതിയിലാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷതയിൽ സംശയം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് 2024 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള വോട്ടിനെക്കാട്ടി കൂടുതൽ പലതും ചെയ്തതായിട്ട് ആക്ഷേപം ഉണ്ടായിരുന്നു. ഹരിയാനയിലും ബീഹാറിലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടായി. ഈ അടുത്ത കാലത്താണ് ആന്ധ്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രാത്രി 11 മണി കഴിഞ്ഞ ശേഷവും തെരഞ്ഞെടുപ്പ് നടന്നതായിട്ടാണ് പല ആക്ഷേപങ്ങളും ഉയർന്നു. അതിനെക്കുറിച്ച് ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയില്ല. രാഹുൽ ഗാന്ധി തന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഇരട്ടിപ്പുകൾ, ഒരു വിദേശ മോഡലിന്റെ പേരിലുള്ള വോട്ട്, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടി ഉണ്ടായില്ല. അത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തതിലുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു രാഹുൽ ഗാന്ധി കർണാടകയിലെ വോട്ടേഴ്സ് ലിസ്റ്റും ഹരിയാനയിലെ വോട്ടേഴ്സ് ലിസ്റ്റും ഒക്കെ എടുത്ത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറിനെതിരെ തന്നെ പ്രതിപക്ഷം ഇംപീച്ച്മെൻറ്റിന് പാർലമെൻറ്റിൽ നോട്ടീസ് കൊടുക്കുകയും എന്നാൽ അത് തള്ളിക്കളയുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷതയിൽ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെ മറ്റൊരു വകുപ്പായിട്ട് പെരുമാറുന്നു എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളാണ് പലരും ഉയർത്തുകയൊക്കെ ചെയ്യുന്നത്. ഈ ജ്ഞാനേഷ് കുമാർ കേരള ഘടകത്തിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പിന്നീട് അമിത്ഷായുടെ സെക്രട്ടറി ആയിട്ടൊക്കെ പോയതിനു ശേഷമാണ് ഈ പദവിയിലേക്ക് അദ്ദേഹം എത്തിയത് തന്നെ. അപ്പോൾ ഈ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ശനിയാഴ്ച രാഷ്ട്രത്തോടായി നടത്തിയ ആ ദൂരദർശനിലൂടെ നടത്തിയ പ്രക്ഷേപണത്തിലാണ് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും DMKയ്ക്കും എതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആക്ഷേപം ഉന്നയിച്ചത്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് വനിതാ ബില്ലിനെ ഭ്രൂണഹത്യ നടത്താൻ ഈ പാർട്ടികൾ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനം എന്ന രീതിയിലാണ് പ്രതിപക്ഷം അതിനെ കാണുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ 700-ലധികം പേരാണ് അതിനകത്ത്. റിട്ടയർ ചെയ്ത മുൻ ഉദ്യോഗസ്ഥന്മാരുണ്ട്, സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവരുണ്ട്. അങ്ങനെ 700ഓളം പരാതികൾ ഇങ്ങനെ ഒരു ഗുരുതരമായ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ട് ഒരു അനക്കം പോലുമില്ല. അപ്പോൾ അവിടെയാണ് ഇതിനകത്ത് സംശയങ്ങൾ നിൽക്കുന്നത്. ഈ പ്രധാനമന്ത്രി അത്ര ഒരു പ്രസംഗം നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ മണ്ഡല പുനർനിർണയം നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല്, അതിന് 3/2 ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ടാണ് അത് ലോക്സഭയിൽ അത് പരാജയപ്പെട്ടു പോയത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നുള്ള വ്യാജേനയാണ് പ്രധാനമന്ത്രി ഈ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ടും പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിക്കൊണ്ട്
ദൂരദർശനിലൂടെ ഇത്തരം ഒരു, കാരണം ഔദ്യോഗിക മാധ്യമത്തിലൂടെയാണ് അത്തരം ഒരു പ്രസംഗം നടത്തിയതൊക്കെ. അപ്പം അത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായ ഒരു സംവിധാനത്തിന്റെ നിഷ്പക്ഷതയെ പോലും ചോദ്യം ചെയ്ത് ഇത്രയും പരാതി വന്നിട്ടും ഒന്നും എടുത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. 2004 അന്ന് വാജ്പേയി സർക്കാർ ഭരിച്ച് അവരുടെ കാലാവധി കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് 2004 ഏപ്രിൽ മാസം ഒരു ദിവസം പാറ്റ്നയിൽ, ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ വൈകുന്നേരം ഒരു പൊതുയോഗം നടക്കുകയായിരുന്നു. അപ്പോൾ പൊതുയോഗം നടക്കുന്നതിനിടയിൽ അപ്പം അന്നത്തെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ LK അദ്വാനി സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന്, അപ്പോൾ ഏതാണ്ട് ഒരു രാത്രി 10 മണി കഴിഞ്ഞ സമയമായി. അപ്പോൾ അവിടുത്തെ ജില്ലാ കളക്ടർ, അവിടെ കേരളത്തിന് വെളിയിലൊക്കെ അധികം ഈ കളക്ടർമാർക്ക് പറയുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് എന്നാണ്. ജില്ലാ മജിസ്ട്രേറ്റ് വേദിയിലേക്ക് കയറി അദ്വാനിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, സാർ നിങ്ങൾ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് 10 മണി എന്ന് പറയുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രസംഗം നിർത്തണമെന്ന് വളരെ അമ്പരപ്പോടു കൂടിയാണ് LK അദ്വാനി പ്രസംഗം നിർത്തിയത്. അന്നത്തെ ആ കളക്ടറിന്റെ പേര് ഗൗതം ഗോസ്വാമി എന്ന്, ഇന്ത്യയിൽ ഒരുപാട് പ്രസിദ്ധി ആർജിച്ച ഒരു സംഭവമായിരുന്നത്. ഒരുപാട് പേര് ആ നടപടിയെ പ്രകീർത്തിക്കുകയും. പക്ഷേ അന്നത്തെ ആഭ്യന്തരമന്ത്രി ഒരക്ഷരം പോലും പറയാതെ തൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിയമലംഘനം ഉണ്ടായി എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വേദി വിടുകയും ചെയ്തു. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ നിഷ്പക്ഷതയ്ക്ക് അംഗീകാരം കിട്ടിയ ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടും നിഷ്പക്ഷതയെ തന്നെ ചോദ്യം ചെയ്യുന്നുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പോലും യാതൊരു അനക്കവുമില്ല. അതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും ദിവസമായിട്ട് ഇത്രയും പരാതികൾ വന്ന് കുമിഞ്ഞു കൂടിയിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല. അപ്പം ഇന്നിപ്പോൾ വായിക്കാനിടയായത് പലരും കോടതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. ഈ സംഭവം, ഈ പെരുമാറ്റച്ചട്ട ലംഘനത്തിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ ആരൊക്കെയോ DMKയുടെ വക്താക്കൾ പോകാനായിട്ട് ശ്രമം നടത്തുന്നു. ഇത് തന്നെ ഇതിനകത്തെ ഒരു ചട്ടലംഘനം ഉണ്ടായി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൂർ അനുമതി ഇല്ലാതെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം നടന്നത് തന്നെ. അപ്പോൾ സാധാരണഗതിയിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് ടെക്സ്റ്റ് കൊടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം വാങ്ങിച്ചതിന് ശേഷമാണ് നടക്കുന്നത്. ഇവിടെ തന്നെ ബിനോയ് വിശ്വത്തിന്റെ പ്രസംഗത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബിനോയ് വിശ്വം BJP സർക്കാരിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തി എന്നുള്ള പേരിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അനുമതി കൊടുത്തില്ല. അദ്ദേഹം പ്രതിഷേധിച്ച് പ്രസംഗം നടത്തിയില്ല. പ്രധാനമന്ത്രിയെക്കുറിച്ചും BJP-യെക്കുറിച്ചും ചില പരാമർശങ്ങൾ മാറ്റണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ദൂരദർശനിൽ നിന്ന് നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു പോലുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വളരെ ജാഗരൂകരായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്ര വലിയ ഗുരുതരമായ ഒരു ചട്ടലംഘനം ഉണ്ടായിട്ട് നടപടിയെടുക്കാനോ അതേക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പോലും പറയാൻ ഇതുവരെ പോലും തയ്യാറായിട്ടില്ല. അല്ല, നമുക്കത് പ്രതീക്ഷിക്കാൻ വേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത് ഒരു BJP ദേശീയ പ്രസിഡന്റ് പറയുന്നത് പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഹുൽ ഗാന്ധി ആക്രമിക്കാൻ ശ്രമിച്ചത്. അത് തന്നെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത സംഭവമായിരുന്നു. എന്നിട്ട് പോലും അത്തരം തെറ്റുകൾ തിരുത്താനോ എന്നിട്ടും അങ്ങനെയുള്ള അതിന്മേലൊരു നടപടി എടുക്കാനോ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ വരുന്നത്. ഇപ്പം ഈ ആന്ധ്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് രാത്രി 11 മണി കഴിഞ്ഞും അവിടെ വോട്ടെടുപ്പ് നടന്നു. ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിനകത്താണ് വോട്ടർ പട്ടികയിലുള്ളതിനേക്കാൾ കൂടുതൽ വോട്ട് ചെയ്തതായിട്ടൊക്കെ തന്നെ രേഖകൾ പുറത്തു വന്നു. അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ, അതായത് നമ്മൾ വർഷങ്ങളായി നമ്മുടെ ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത, അതായത് നിഷ്പക്ഷതയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിലൊരു പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാഴ്ചക്കാരനായിരിക്കുന്നു എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്നത്.